വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം ബ്രഹ്മശ്രീ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നിർവാണ പ്രകരണം 10ാം സർഗം കചോപാഖ്യാനം. പേജ് 388. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ശിഖിധ്വജ കഥ ഞാൻ നിന്നെ മുഴുവൻ കേൾപ്പിച്ചുവല്ലോ. ആ മാർഗം അവലംബിച്ച് മുന്നോട്ട് നീങ്ങൂ. ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ശിഖിധ്വജൻ എങ്ങനെയാണോ ക്രമേണ ബോധവാനായി തീർന്നത്, അതുപോലെയാണ് ബൃഹസ്പതിയുടെ മകനായ കചനും ബോധോദയമുണ്ടായത്. രാമൻ പറഞ്ഞു, ഭഗവൻ, ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകൻ ഭഗവാൻ കചൻ എങ്ങനെയാണ് ജ്ഞാനിയായി തീർന്നത്? ചുരുക്കമായും വ്യക്തമായും അരുളി ചെയ്താലും. വസിഷ്ഠൻ പറഞ്ഞു, ബൃഹസ്പതി സുതനായ കചന് ബാല്യകാലം കഴിഞ്ഞപ്പോൾ തന്നെ സംസാരക്ലേശം ശമിപ്പിക്കാനുള്ള വഴി എന്തെന്ന് ആലോചനയായി. ഉപനിഷത്തുക്കളിലെ മഹാവാക്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ആളാണ് കചൻ. ഒരു ദിവസം പിതാവിനെ സമീപിച്ച് ചോദിച്ചു, സർവധർമ്മവും അറിയാവുന്ന പിതാവേ, പ്രാണതന്തുവായി കഴിയുന്ന ഈ ജീവന് സംസാര പഞ്ചരത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം? ബൃഹസ്പതി പറഞ്ഞു, മകനെ, അനർത്ഥങ്ങളാകുന്ന മകരമത്സ്യങ്ങളെക്കൊണ്ട് നിറഞ്ഞ ഈ സംസാര സമുദ്രത്തിൽ നിന്നും അനായാസമായി രക്ഷപ്പെടാനുള്ള മാർഗമാണ് സർവത്യാഗം. വസിഷ്ഠൻ പറഞ്ഞു, പരമപവിത്രമായ പിതൃവാക്യം കേട്ട് കചൻ നിശ്ചയിച്ചുറപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഏകാന്ത കാനനത്തെ ശരണം പ്രാപിച്ചു. ബൃഹസ്പതി വ്യാകുലപ്പെട്ടില്ല, പുത്രനെ തടഞ്ഞതുമില്ല. മഹാശയന്മാരായ സത്യദർശികൾ സംയോഗത്തിലോ വിയോഗത്തിലോ പരിഭ്രാന്തരാകാറില്ല. രാമ, 4-5 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരിക്കൽ യാദൃച്ഛികമായി മഹാവനത്തിൽ വെച്ച് കചൻ പിതാവിനെ കണ്ടുമുട്ടി. മകൻ അച്ഛനെ പൂജിച്ച് അഭിവാദനം ചെയ്തു. അച്ഛൻ മകനെ മാറോടണച്ച് പുൽകി. കചൻ പ്രസന്നനായി അച്ഛനോട് വീണ്ടും ഇങ്ങനെ ചോദിച്ചു, പിതാവേ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലെത്തിയിട്ട് ഇന്ന് 8 വർഷമായി. എന്നിട്ടും മനസ്സിന് ധന്യത നൽകുന്ന വിശ്രമം എനിക്ക് ലഭിക്കുന്നില്ല. വസിഷ്ഠൻ പറഞ്ഞു, കാട്ടിൽ വെച്ച് മകൻ്റെ വ്യാകുലത നിറഞ്ഞ ഈ വാക്കു കേട്ടിട്ട് മകനെ എല്ലാം ഉപേക്ഷിക്കൂ എന്ന് മാത്രം മറുപടി പറഞ്ഞിട്ട് ബൃഹസ്പതി സ്വർഗത്തേക്ക് പോയി. പിതാവ് പോയി കഴിഞ്ഞപ്പോൾ കചൻ ദേഹത്തിൽ നിന്നും വൽക്കലം മുതലായവയും പരിത്യജിച്ചു. മേഘങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നുമില്ലാത്ത ശരത്കാല ആകാശം പോലെ ദിഗംബരനായി വിളങ്ങി. 3 കൊല്ലം അങ്ങനെ കടന്നുപോയി. ഖിന്നമാനസനായ കചൻ കാട്ടിൽ ഒരിടത്ത് വെച്ച് ഗുരുവായ തൻ്റെ പിതാവിനെ വീണ്ടും കണ്ടു. പൂജാ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പിതാവ് മകനെ മുൻപെന്ന പോലെ ആലിംഗനം ചെയ്തുകൊണ്ട് അനുഗ്രഹിച്ചു. ദുഃഖം കൊണ്ട് ഇടറുന്ന കണ്ഠത്തോടെ കചൻ ചോദിച്ചു, പിതാവേ, ഞാൻ ഉടുവസ്ത്രം, പൂണുനൂൽ തുടങ്ങി എല്ലാം പരിത്യജിച്ചു. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ആത്മവിശ്രാന്തി സാധ്യമാകാത്തത്? ബൃഹസ്പതി പറഞ്ഞു, ചിത്തം സർവമിതി പ്രാഹുസ്തത്യക്ത്വാ പുത്രരാജസേ ചിത്തത്യാഗം വിദുഃസർവത്യാഗം സർവവിദോ ജനാഃ. മകനെ, എല്ലാമെന്നു പറയപ്പെടുന്നത് ചിത്തമാണ്. അതിനെ ഉപേക്ഷിച്ചാലേ സ്വരൂപസ്ഥിതി സാധ്യമാവൂ. ചിത്തത്യാഗമാണ് സർവത്യാഗം, അല്ലാതെ പുറമേയുള്ള പദാർത്ഥങ്ങളെ ത്യജിക്കലല്ല ത്യാഗം. ഇതാണ് സത്യദർശികളുടെ പ്രഖ്യാപനം. ഒരിക്കൽ കൂടി വായിക്കാം. ചിത്തം സർവമിതി പ്രാഹുഃ തത്യക്ത്വാ പുത്രരാജസേ ചിത്തത്യാഗം വിദുഃസർവത്യാഗം സർവവിദോ ജനാഃ. മകനെ, എല്ലാമെന്നു പറയപ്പെടുന്നത് ചിത്തമാണ്. അതിനെ ഉപേക്ഷിച്ചാലേ സ്വരൂപസ്ഥിതി സാധ്യമാവൂ. ചിത്തത്യാഗമാണ് സർവത്യാഗം, അല്ലാതെ പുറമേയുള്ള പദാർത്ഥങ്ങളെ ത്യജിക്കലല്ല ത്യാഗം. ഇതാണ് സത്യദർശികളുടെ പ്രഖ്യാപനം. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ബൃഹസ്പതി പുത്രനോട് ഇങ്ങനെ പറഞ്ഞു. ആകാശത്തേക്ക് ഉയർന്നു മറഞ്ഞു. കചൻ നിരാശനാകാതെ ശ്രമം തുടർന്നു. ഉപേക്ഷിക്കാനായി ചിത്തത്തെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. എത്ര ചിന്തിച്ചിട്ടും കാട്ടിൽ വെച്ച് ഉപേക്ഷിക്കാവുന്ന ചിത്തത്തെ കണ്ടറിയാൻ കചന് കഴിഞ്ഞില്ല. നിരാശനാകാതെ ബുദ്ധി കൊണ്ടയാൾ ഇങ്ങനെ ചിന്ത തുടർന്നു. പുറമേ കാണപ്പെടുന്ന ദേഹാദി പദാർത്ഥങ്ങളൊന്നും ചിത്തമല്ലെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഒരപരാധവും ചെയ്യാത്ത അവയെ ഞാൻ എന്തിനുപേക്ഷിക്കണം?
എൻ്റെ പരമശത്രുവായ ചിത്തത്തെ കണ്ടെത്താനായി അച്ഛനെ തന്നെ വീണ്ടും ശരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അറിഞ്ഞ് ഞാൻ ചിത്തത്തെ കൈവെടിഞ്ഞ് സന്തുഷ്ടനായി നിലകൊള്ളും. വസിഷ്ഠൻ പറഞ്ഞു. ഇങ്ങനെ ചിന്തിച്ചുറച്ച് കജൻ അച്ഛൻ്റെ അടുക്കലെത്തി വിനയാൻവിതനായി അച്ഛനോട് ചോദിച്ചു, പിതാവേ, എന്താണ് ചിത്തം? ഉപേക്ഷിക്കപ്പെടേണ്ട ചിത്തം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു തരൂ. ബൃഹസ്പതി പറഞ്ഞു, ചിത്തം നിജമഹങ്കാരം വിദുശ്ചിത്തവിദോ ജനാഃ അന്തര്യോയമഹംഭാവോ ജന്തോസ്തച്ചിത്തമുച്യത്തെ. ചിത്തവിദ ജനാഃ, ചിത്തം എന്തെന്നറിയുന്നവർ, നിജം അഹങ്കാരം, അവനവൻ്റെ അഹങ്കാരത്തെയാണ് ചിത്തം പ്രാഹുഹു, ചിത്തമെന്ന് പറയുന്നത്. ജന്തോ അന്തഃ, ജീവിയുടെ ഉള്ളിൽ, അയം അഹംഭാവഃ യഹ, ഈ ഞാൻ എന്ന ഭാവം ഏതാണോ, തത് ചിത്തമുച്യത്തെ, അതാണ് ചിത്തമെന്ന് പറയപ്പെടുന്നത്. ചിത്തമെന്തെന്നറിയുന്നവർ അവനവൻ്റെ അഹങ്കാരത്തെയാണ് ചിത്തമെന്ന് പറയുന്നത്. ജീവിയുടെ ഉള്ളിൽ ഈ ഞാൻ എന്ന ഭാവം ഏതാണോ അതാണ് ചിത്തമെന്ന് പറയപ്പെടുന്നത്. ചിത്തം നിജമഹങ്കാരം വികാരങ്ങളുടെ ആകത്തുകയാണ് ചിത്തം. ഈ വികാര വലയം ഏതു കേന്ദ്രത്തെ ആശ്രയിച്ച് നിലകൊള്ളുന്നുവോ അതാണ് അഹങ്കാരം. എല്ലാ ജീവികളുടെ ഉള്ളിലും ഞാൻ ഞാൻ എന്നിങ്ങനെ വേർതിരിഞ്ഞ് പ്രകാശിക്കുന്ന അനുഭവമാണ് അഹങ്കാരം. ജഗത്ത് എത്ര വലുതുമാകട്ടെ, വികാരങ്ങൾ എത്ര വേണോ അസംഖ്യങ്ങളുമാകട്ടെ, എല്ലാം ഞാൻ എന്ന കേന്ദ്രത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നതെന്ന വസ്തുത ആർക്ക് നിഷേധിക്കാൻ പറ്റും? ഞാനുണ്ടോ? എല്ലാമുണ്ട്. ഞാനില്ലയോ? പിന്നെ ഒന്നുമില്ല. ഈ നിലയിൽ അഹങ്കാരത്യാഗമാണ് ചിത്തത്യാഗം. അതുതന്നെയാണ് സർവത്യാഗം. കജൻ പറഞ്ഞു, പിതാവേ, അഹംഭാവത്തെ ത്യജിക്കുക എളുപ്പമല്ല. ഈ ത്യാഗം സാധ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലയോ യോഗി വരിയ, എങ്ങനെയാണ് അഹങ്കാരത്തെ ത്യജിക്കുക? ഉപദേശിച്ചാലും. ബൃഹസ്പതി പറഞ്ഞു, അപി പുഷ്പാവദലനാദ പിലോചന മീലനാദ് സുകരോഹം കൃതേ ത്യാഗോ ന ക്ലേശോത്രമനാഗപി. പുഷ്പാവദലനാദപി, ഒരു പൂ പറിച്ചെടുക്കുന്നതിനേക്കാളും, ലോചന മീലനാദപി, കണ്ണൊന്നിമവെട്ടുന്നതിനേക്കാളും, സുകരഹ അഹംകൃതേഹ ത്യാഗഃ, എളുപ്പമാണ് അഹങ്കാരത്യാഗം. അത്ര അഭിനക്ലേശ, ഇക്കാര്യത്തിൽ ലേശം പോലും ക്ലേശമില്ല. ഒരു പൂവ് പറിച്ചെടുക്കുന്നതിനേക്കാളും കണ്ണൊന്ന് ഇമ വെട്ടുന്നതിനേക്കാളും എളുപ്പമാണ് അഹങ്കാരത്യാഗം. ഇക്കാര്യത്തിൽ ലേശം പോലും ക്ലേശമില്ല. ന ക്ലേശോത്ര അത്ര മനാഗപി, അഹങ്കാരത്തെ ത്യജിക്കാൻ ഒരു വിഷമവുമില്ല. ആദ്യമായി അഹങ്കാരം എന്താണെന്ന് വിചാരം ചെയ്തറിയണം. കയറിൽ പാമ്പിനെ കാണുന്നത് പോലെ അഖണ്ഡബോധ വസ്തുവിൽ ഉണ്ടെന്നു തോന്നുന്ന ഒരു ഭ്രമമാണ് അഹങ്കാരം. കയറിലെ പാമ്പിനെ ഉപേക്ഷിക്കാൻ എന്താണ് ഉപായം? കയറിനെ കണ്ടിട്ട് പാമ്പില്ലാത്തതാണെന്നറിയുക തന്നെയാണ് ഉപായം. ഭ്രമത്തെ ഉപേക്ഷിക്കാനുള്ള ഉപായം ഭ്രമമാണെന്ന അറിവ് തന്നെ. ഞാൻ ആരെന്ന ചോദ്യവുമായി ഉള്ളിലേക്കു തിരിയുന്ന ഒരാൾക്ക് ഞാൻ സർവവ്യാപിയായ ബോധത്തിലെ ഒരു നിഴൽ മാത്രമാണെന്ന് അനായാസം ഉറപ്പുവരും. പിന്നെ ശ്രുതിയുക്തികളിൽ കൂടി നമ്മുടെ ഋഷിമാർ അക്കാര്യം സംശയമെന്നേ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അഹങ്കാരം ഭ്രമമാണെന്നറിയുന്നതോടെ അതിന് ശക്തി കുറഞ്ഞ് അഖണ്ഡ സത്യവുമായി ഏകീഭവിക്കും. ഈ നിലയിൽ അഹംഭാവമുണ്ടെന്ന് തോന്നിയാൽ പോലും അത് ത്യജിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അറിയേണ്ടതാണ്. ബൃഹസ്പതി തുടർന്നു, മകനെ, ആദ്യന്തരഹിതവും സാക്ഷിയായി നിന്ന് സകലതിനെയും പ്രകാശിപ്പിക്കുന്നതും ആകാശത്തേക്കാൾ അത്യന്തം നിർമ്മലവും കളങ്കം പുരളാത്തതും സർവവ്യാപിയുമായ ഒരേ ഒരു ശുദ്ധബോധ തത്വമേ ഇവിടെ നിലവിലുള്ളൂ എന്ന് നല്ലപോലെ അറിയുക. അതിനെ സദാ സർവത്ര ഭാവന ചെയ്ത് ശാന്തനായി നിലകൊള്ളൂ. ദുഃഖം വെടിയൂ. ഈ തത്വം ഭാവന ചെയ്തുറപ്പിക്കുന്നതോടെ ഭ്രമരൂപമായ അഹങ്കാരം സ്വയം ലയിച്ചുകൊള്ളും. ശുദ്ധബോധതത്വത്തിൽ ഈ അഹംഭാവം ആരാണ്? എങ്ങനെ പൊന്തി വന്നു? വെള്ളത്തിൽ പൊടി എങ്ങനെയുണ്ടായി? തീയിൽ വെള്ളം എങ്ങനെയുണ്ടായി?
ഇതൊന്നും യാഥാർത്ഥ്യമല്ല. നിശ്ചലവും നിർവികാരവുമായ അഖണ്ഡബോധ തത്വത്തിൽ ചഞ്ചലവും വികാരിയും അല്പവുമായ അഹങ്കാരം എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് ഈ അഹങ്കാരം എന്നത് വെറും ഭ്രമം. ഇത് ഭ്രമമാണെന്നറിഞ്ഞ് അതിനെ ത്യജിക്കൂ. തുച്ഛവും അല്പരൂപവും ദിക്കാലങ്ങൾക്കടിമപ്പെട്ടതുമായ നിസ്സാര വസ്തുവല്ല നീ. ദിക്കാലങ്ങൾക്കും അതീതവും നിർമ്മലവും സദാ ഉണ്മയായി ഉദിച്ചു നിൽക്കുന്നതും ഈ എല്ലാമായി കാണപ്പെടുന്നതുമായ ശുദ്ധബോധ വസ്തുവാണ് നീ. വസിഷ്ഠൻ പറഞ്ഞു, ഇപ്രകാരം പരമമായ സത്യസ്വരൂപം പിതാവിൽ നിന്നറിഞ്ഞ് ദേവഗുരുവിൻ്റെ മകൻ അഹങ്കാരമുപേക്ഷിച്ച് സർവത്യാഗത്തിലൂടെ ജീവൻ മുക്തനായി ഭവിച്ചു. ഒന്നിനോടും മമതയില്ല, അഹങ്കാരമില്ല, സംഘമില്ല. അങ്ങനെ കജൻ ശാന്തബുദ്ധിയായി സ്ഥിതി ചെയ്തു. രാമ, നീയും അതുപോലെ സമബുദ്ധിയായി നിലകൊള്ളൂ. 317 ശ്ലോകം. അഹങ്കാരമസദ്വിദ്ധി മൈനമാശ്രയമാതൃജ അസദശശൃംഗസ്യ കില ത്യാഗഗ്രഹൗ കുതഃ. അഹങ്കാരമസദ്വിദ്ധി മൈനമാശ്രയമാത്യജ അസദശശൃംഗസ്യ കില ത്യാഗഗ്രഹൗ കുതഃ. അഹങ്കാരം ഇല്ലാത്തതാണെന്നറിയൂ. അതിനെ ആശ്രയിക്കുകയും വേണ്ട, ത്യജിക്കുകയും വേണ്ട. ഇല്ലാത്ത മുയൽക്കൊമ്പിനെ ത്യജിക്കുകയോ ഗ്രഹിക്കുകയോ സാധ്യമാണോ? ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ കചോപാഖ്യാനം നാമ ദശമഹാസർഗ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. അടുത്തത് 11 സർഗം, മിഥ്യാപുരുഷോപാഖ്യാനം.